നെതന്യാഹുവിന്റെ ആ ട്വീറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പ്രസിഡന്റ് ട്രംപ് ആൻഡ് ഐ ഓഫൻ സേ പീസ് ട്രൂ സ്ട്രെങ്ത്. ഒരുപക്ഷെ നമ്മുടെ ശക്തി പ്രകടിപ്പിച്ച് മാത്രമേ സമാധാനം ലോകത്ത് സാധ്യമാക്കാൻ കഴിയൂ. മറ്റുള്ളവരെ ആക്രമിച്ച് സമാധാനം അത്തരത്തിലേക്കൊരു നടപടി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുന്ന കലുഷിതമാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇറാൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇറാനിന്റെ വ്യോമ മേഖല പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാണെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം, കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ സുരേഷ് വെള്ളിമുറ്റം അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് സംസാരിച്ചപ്പോഴും അദ്ദേഹം പങ്കുവെക്കുന്ന ആശങ്കയും, അതായത് ഇതിന്റെ ഒരു റേഡിയേഷൻ, ഇത് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകുകയും ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഒരു റേഡിയേഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് സമീപ രാജ്യങ്ങൾക്ക് പോലും ഭീഷണിയാണെന്നാണ് പറയുന്നത്. ഈ 3 ആണവ കേന്ദ്രങ്ങളുടെയും അത്തരത്തിൽ ഒരുപക്ഷെ അതിന്റെ ഒരു അവിടെ നടക്കുന്ന സമ്പുഷ്ടീകരണം എത്ര വലിയ തോതിലായിരുന്നു, ഈ ആക്രമണം കൊണ്ട് റേഡിയേഷൻ പോലുള്ള നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്? തള്ളിക്കളയാനാവില്ല അശ്വത്. കാരണം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞത്, ഇസ്രയേലിനോട് മുന്നറിയിപ്പ് നൽകിയത്, ഒരു കാരണവശാലും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന ആണവ വികിരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ആ മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ട സാഹചര്യം വരും. നദാൻസ് ആക്രമിച്ചതും നദാൻസ്, ഇസഫാൻ, ഫോർദോ തുടങ്ങിയ 3 ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. ഇവിടെ എത്രത്തോളമാണ് പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആഘാതം ഉണ്ടായിരിക്കുന്നു എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇസഫാൻ അല്ലെങ്കിൽ ബുഷഹാർ എന്ന് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായ മേഖല. ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു ആക്രമണത്തിൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്രമണത്തിൽ 0.3 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നത് സത്യമാണ്. ആ കാര്യത്തിൽ ഒരു കാരണവശാലും ഇറാൻ അവകാശപ്പെടുന്നത് അത് തങ്ങളുടെ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വാണിജ്യപരമായിട്ടും ഊർജ്ജ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇതിൽ ഈ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ ഒരു തോത് ഇപ്പോൾ 60 ആണെന്നാണ് പറയുന്നത്. അത് 90ലേക്ക് എത്തുമ്പോൾ 83% വരെ ഫോർദോയിൽ ഉണ്ട് എന്ന് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. 90% ആണവ ആയുധത്തിന് വേണ്ടിയുള്ളത്. പക്ഷേ അതിലേക്ക് എത്താൻ 83 90 അല്ലെങ്കിൽ 60 90ലേക്ക് ആണവ സമ്പുഷ്ടീകരണം എത്തിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിലേക്ക് ഒരുപക്ഷെ ഇറാൻ എത്തിയിരിക്കാം. അല്ലെങ്കിൽ അത് ആശങ്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം മുഴുവൻ നടക്കുന്നത്.